നമ്മളെടുത്തിരിക്കുന്ന വസ്ത്രവും നമ്മൾ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ എത്ര മനുഷ്യർക്ക് നമ്മൾ ഇടം കൊടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വളർച്ചയിൽ നിങ്ങളൊരു തടസ്സം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. റിജക്ഷൻ. ഗൂഗിള് ഈ അടുത്ത് പറഞ്ഞിരുന്നു, ഗൂഗിളിൻ്റെ സ്പേസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാം? വെറുപ്പ് പ്രചരിപ്പിക്കാനാണ്. സ്നേഹം പ്രചരിപ്പിക്കാനൊന്നുമല്ല, വെറുപ്പ് പ്രചരിപ്പിക്കാനാണ്. കമൻസ് ആയിട്ടോ പോസ്റ്റായിട്ടോ ഷെയറായിട്ടോ എന്തെങ്കിലുമായിട്ട് ആളുകൾ വെറുപ്പാണ് പ്രചരിപ്പിക്കുന്നതെന്ന്. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നെന്നറിയാം? ആ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഇൻക്ലൂസീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. ശിഹാബ് തങ്ങൾ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. അക്കമഡേറ്റ് ചെയ്യാന്നുള്ള മനുഷ്യന്മാരെ അക്കമഡേറ്റ് ചെയ്യാന്നുള്ളതാടാ. മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ പോണ്ട. മദർ തെരേസ പറയുന്നുണ്ട്, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. നിങ്ങൾ മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ നിന്നാലേ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ സമയം ഉണ്ടാകൂല. അയാൾ ഇങ്ങനെ ഇയാൾ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്നാൽ നമുക്ക് അനുകൂലമായൊരു മനുഷ്യനെയും കണ്ടെത്തൂല. നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോരുത്. ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. ഈ 2ാം ലോക മഹായുദ്ധം നടന്നില്ലേ? അതിലൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആളുകളെ കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കി. നാസികളിൽ അധികം ആളുകളും ആത്മഹത്യ ചെയ്യുക ചെയ്ത് കുറ്റബോധം കൊണ്ട്. കുറച്ച് ആൾക്കാർ ബാക്കിയായി. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ചെയ്ത കുറ്റം എന്താണെന്നറിയാം നിങ്ങൾ? അവര് നാസികളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. അവരൊരു ദിവസം വൈകുന്നേരം മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു നോക്കിയപ്പോഴേ 3 ചെറിയ കുട്ടികളാണ്. അവരുടെ മക്കളുടെ അതേ പ്രായമുള്ള 3 കുട്ടികൾ. അപ്പോൾ അവർ വിളിച്ചിട്ട് ആ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്, ആ കുട്ടികൾ ജൂത കുട്ടികളാണ്. ജൂതന്മാരെ കൊണ്ടുപോകുന്ന ഒരു ബസ്സിൽ നിന്ന് ചാടിയിട്ട് രക്ഷപ്പെട്ട 3 കുട്ടികളാണ്. ഈ 3 കുട്ടികൾക്ക് ഈ അമ്മ ഭക്ഷണം കൊടുത്ത്. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. ആ അമ്മയുടെ കുട്ടികൾ ഉറങ്ങിയതുപോലെ ഈ കുട്ടികൾ ഉറങ്ങിപ്പോയി. ഈ അമ്മയില്ലേ, ഭർത്താവിനെ കുറേ സമയം കാത്തിരുന്ന് ഭർത്താവ് വരുന്നില്ല. അപ്പം എന്താ ചെയ്തതെന്നറിയോ? ഈ 3 കുട്ടികളില്ലേ, ഈ വന്ന 3 കുട്ടികളെയും വിളിച്ചുണർത്തിയിട്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നു. ഇതാണ് ചെയ്ത കുറ്റം. ഇത് കേട്ടപ്പോഴേ ജഡ്ജി ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ? അപ്പൊ ഈ സ്ത്രീ എന്താ പറഞ്ഞതെന്നറിയാം? അവരുടെ പേര് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. അവരുടെ പേര് ഏണാപട്രി എന്നാണ്. ഏണാപട്രി. അവരെന്താ പറഞ്ഞതെന്നറിയാം? ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്നത് കണ്ടപ്പോ ആ കുട്ടികൾ ചെറുതായി ഒന്ന് കരഞ്ഞു. ജൂതന്മാരായ കുട്ടികള് ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല എന്ന് ഏണാപട്രി എന്ന വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നിയത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, വെറുപ്പ്. വെറുപ്പ് കേട്ട് കേട്ട് കേട്ട്, വെറുപ്പ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്, വെറുപ്പ് വായിച്ച് അവരുടെ ഉള്ളില് അവര് തന്നെ തീരുമാനിക്കുകയാണ്, ഞാനല്ലാത്ത മനുഷ്യര്, എൻ്റെ കൂട്ടത്തിലല്ലാത്ത മനുഷ്യര് ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത മനുഷ്യന്മാരാണ്. ഇതാണ് വെറുപ്പിൻ്റെ പ്രശ്നം. നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട്, ഫിറാഖ് എന്നാണ് സിനിമയുടെ പേര്. കണ്ടിട്ടുണ്ടാരെങ്കിലും? ഹിന്ദിയിലുള്ളൊരു സിനിമയാണ്. ഒരു ലേഡി സംവിധായികയാണ് അവർ. നവാസുദ്ദീൻ സിദ്ദീഖൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതിൽ ഒരു നാട്, നല്ല സൗഹൃദത്തിൽ കഴിയുന്നൊരു നാടാണ്. അവിടെ ഒരു കലാപം ഉണ്ടാവുക. ഒരു സമൂഹത്തെ വേറെ ഒരു സമൂഹവും പോലീസും ഒക്കെ വേട്ടയാടുക. അങ്ങനെ ആ വേട്ടയാടപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഒരാള് മകനെയും പിടിച്ച് ഓടുകയാണ്.
ഓടി ഓടി എല്ലാവരുടെ കണ്ണിൽ നിന്നും അയാൾ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുമ്പോഴേ അയാളുടെ തലയിലേക്ക് വരുന്നത് ഒരു അമ്മിക്കല്ലാണ്. ആ അമ്മിക്കല്ലിട്ടത് ആരാന്നറിയോ? അയാളുടെ പഴയ അയൽക്കാരനായിരുന്നു. പഴയ അയൽക്കാരൻ. ആഘോഷങ്ങളിൽ ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാ, സങ്കടത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാ. ആ പഴയ അയൽക്കാരൻ ഇപ്പൊ വിചാരിക്കുകയാണ്, ആ താഴെ നിൽക്കുന്ന അച്ഛനും മകനും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല. അങ്ങനെ അമ്മിക്കല്ല് തലയിൽ കൊണ്ട് 8 വയസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് ആ അച്ഛൻ പിടഞ്ഞ് മരിക്കുന്നുണ്ട് ആ സിനിമയിൽ. എന്തിനാ നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്തിനാ പറയണേ? എന്തിനാ പറയുന്നത്? ലോകത്തെല്ലാത്തിനും ഇനി യന്ത്രങ്ങൾ വരുടാ. എല്ലാ പരിപാടികൾക്കും യന്ത്രങ്ങൾ വരും. യന്ത്രം നിയന്ത്രിക്കുന്ന പരിപാടി മാത്രമേ ഇനി മനുഷ്യന്മാർക്ക് ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും യന്ത്രങ്ങൾ വരും കേട്ടോ. പക്ഷെ ഒരേ ഒരു കാര്യത്തിന് യന്ത്രങ്ങൾ ഉണ്ടാവില്ല. അത് ഈ സ്നേഹവും കരുണയും ദയയും വാത്സല്യവും ഒക്കെയാണ്. അത് യന്ത്രങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്നതല്ല, അത് നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യന്മാർക്ക് ആകെ കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഇതുള്ളടാ, ഓർമ്മിക്കപ്പെടുന്ന വിധം മനുഷ്യരുടെ ഉള്ളിൽ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ക്യാമ്പസിൽ എത്ര കാലം ഉണ്ടാവുക? ഒരു 3-4 കൊല്ലം ഉണ്ടാവും. ആദ്യമായി വരുമ്പോഴും അവസാനമായി തിരിച്ചു പോകുമ്പോഴും മനസ്സ് സങ്കടപ്പെടുന്നൊരു സ്ഥലമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത്, അല്ലേ? ആദ്യമായി വരുമ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും. അവസാനമായിട്ട് പോകുമ്പോഴോ ഇവിടുത്തെ മണൽത്തരിയോട് പോലും നമുക്ക് പരിചയം ഉണ്ടാവും. ഈ ക്യാമ്പസ് നിങ്ങൾ പോവും. കുറേ കാലം കഴിഞ്ഞ് ഈ റോട്ടിലൂടെ നിങ്ങളിങ്ങനെ പോകുമ്പോഴേ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒക്കെ നിങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ഇവിടെയായിരുന്നു അന്ന് ഞാൻ പഠിച്ച കോളേജ് എന്ന്. അന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ കൂടെ പഠിച്ച 60 ആളുകളും 70 ആളുകളും ഈ ക്യാമ്പസിലുള്ള 1200 ആളുകളും ഓർമ്മിക്കപ്പെടില്ല. പക്ഷെ ചില മുഖങ്ങൾ ഓർമ്മിക്കപ്പെടും. ശരീരത്തെ തൊട്ടവരാവണമെന്നില്ല, അത് ആത്മാവിനെ തൊട്ട മനുഷ്യന്മാരെ. നമ്മളോട് കുറേ വർത്താനം പറഞ്ഞ മനുഷ്യന്മാരാകണമെന്നില്ല, അത് നമ്മൾ വർത്താനം പറഞ്ഞ സമയത്ത് നല്ലോണം കേട്ടിരുന്ന മനുഷ്യന്മാരായിരിക്കും. അത് നമ്മൾ തളർന്നിരുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ തൊട്ട മനുഷ്യരായിരിക്കും. അത് നമ്മൾ ഒരു വിദ്യാർത്ഥി എല്ലാ പഠനവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് എത്ര മാഷന്മാരെയും ടീച്ചർമാരെയും കാണുന്നുണ്ട്, അല്ലേ? സമയത്തേ എത്ര മാഷന്മാരെയും ടീച്ചർമാരെയും കാണുന്നുണ്ട്. എന്നാൽ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാഷെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ടീച്ചറെ ഒക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആൾ വരും? 1-2 ആളൊക്കെ വരുള്ളൂ. ഓർമ്മയുടെ മുറത്തിലിട്ട് നമ്മളിങ്ങനെ പാറ്റി നോക്കും മനുഷ്യന്. അതിൽ കുറച്ച് ആളുകളെ ബാക്കിയുണ്ടാവുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അവളുടെ വീട് കോഴിക്കോട് ബേപ്പൂരാ. അവൾ പഠിക്കുന്നത് എന്താണ്, PG ചെയ്യുന്നത് പയ്യന്നൂരാണ്. അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയില്ല, കാരണം അവൾക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് അവൾ രാവിലെ 5 മണിക്ക് പോയിട്ട് വൈകിട്ട് 9 മണിക്കൊക്കെ തിരിച്ചു വരാം. അവളുടെ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബസ്സിലോ ട്രെയിനിലൊക്കെ ആയിരിക്കും. ഇവൾ കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ ഇവർക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്. ടൈം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് ആകെ സങ്കടമായി. കാരണം ഇവർക്ക് ഒന്നിനും സമയമില്ല. 3 വയസ്സായ അവളുടെ കുഞ്ഞിനെ നോക്കാൻ പോലും അവൾക്ക് സമയമില്ല. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഇവളുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം വന്ന് ഇവളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ കരയാൻ തുടങ്ങി. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇവളിങ്ങനെ തലമറച്ച് പിടിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഒരാളിങ്ങനെ പതുക്കെ വന്നിട്ട് അവളെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ അണച്ചു പിടിച്ചു. എന്നിട്ട് അവളുടെ പുറത്ത് ഇങ്ങനെ മെല്ലെ തലോടി. ആരായിരുന്നറിയാ? ടീച്ചർ.
ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ. ആ ടീച്ചർ അവൾ മറക്കുമോ? ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലവ് മറക്കും അല്ലേ? കരുണ, കമ്പാഷൻ. ഈ മനുഷ്യനെ അദ്ദേഹത്തിന് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കുമായ സകല മനുഷ്യന്മാർക്കും അദ്ദേഹം കൊടുത്തത് എന്തായിരുന്നു എന്നറിയാം? കമ്പാഷൻ, കരുണ. എന്താ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അറിയാം? ഒരാളുടെ അവസ്ഥയുടെ കൂടെ നിൽക്കലാണ് കേട്ടോ. നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട്, എന്താണെന്നറിയാം? പിന്നെ പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. മമ്മൂട്ടിയല്ല, മമ്മൂക്ക അല്ലേ? മഹാനായ മനുഷ്യനാണ്. ഈ ഒരു ഷോർട്ട് ഫിലിമാണ്, 20 മിനിറ്റ് എങ്ങനെ ഉള്ളത് കേട്ടോ. അതിൽ അദ്ദേഹം ഒരു ബസ്സിലേക്ക് കയറി വരിക. ആ ബസ്സിലേക്ക് കയറി വരുന്നതോടെ ഇദ്ദേഹത്തിന് ആ ബസ് നല്ല നിലക്ക് പോകരുത്. ഇയാൾ കയറി വന്നതോടുകൂടി അതിൻ്റെ എല്ലാ മൂടും പോയി. ഭയങ്കര ദേഷ്യക്കാരൻ, എല്ലാവരോടും ദേഷ്യം. അയാളൊരു സീറ്റിൽ വന്നിരിക്കും. അയാളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഇദ്ദേഹത്തോട് എന്തോ ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടി ഒന്നല്ല പറയണേ, ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. എല്ലാവരോടും ദേഷ്യം. ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വന്ന്, കോളേജ് കുട്ടികൾ എപ്പോഴും നല്ല ചില്ല് കളിക്കുമല്ലോ അല്ലേ, ഭയങ്കര ജോലി എടുക്കുമല്ലോ. അവർ ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് പറ്റുന്നില്ല. നല്ല കാഴ്ചകൾ, വയനാട്ടിലൂടെ പോകുന്ന നല്ല വെള്ളച്ചാട്ടം കാണുമ്പോൾ കുട്ടികൾ ഡ്രൈവറോട് പറഞ്ഞു, ഇവിടെ നിന്ന് നിർത്തി തരും അങ്കിളെ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അയാൾ നിർത്തി കൊടുത്ത്. പക്ഷെ അതും ഇയാൾക്ക് ഇഷ്ടമില്ല. ഇയാൾക്ക് എല്ലാവരോടും ദേഷ്യം. ഒരു ചൂടൻ, ഭയങ്കര പരിക്കനായ ഒരാള്. അവസാനമായി ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണം, അവിടെ സ്റ്റോപ്പില്ല. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, അതല്ല, നിങ്ങളല്ല ഇത്രയും നേരം വഴക്കുണ്ടാക്കിയത്, ബസ് നിർത്തുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കിയത്, എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്, ഇവിടെ നിർത്തൂല എന്ന് പറഞ്ഞു. അപ്പം അയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു. നിർത്തടോ എന്ന് പറഞ്ഞു. ഡ്രൈവർ അറിയാതെ ബ്രേക്ക് ചവിട്ടിപ്പോയി. അങ്ങനെ അയാൾ ബേജാറായി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വന്നിട്ട് ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. രണ്ടാളും കരഞ്ഞു. രണ്ടാളും കരഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് മെല്ലെ അവർ കയറിപ്പോകുമ്പോൾ പിറകിൽ ഒരു ആംബുലൻസ് ഇങ്ങനെ പാഞ്ഞു വരുന്നത് കാണാം. ചൂടൻ, പരിക്കൻ, ദേഷ്യക്കാരൻ എന്നൊക്കെ അത്രയും നേരം ഇദ്ദേഹത്തെ വിളിച്ച് ആ ബസ്സിലെ മുഴുവൻ മനുഷ്യരും ആ കാഴ്ച കണ്ട് കുറ്റബോധത്തോടെ നിൽക്കുന്നിടത്ത് ആ ഷോർട്ട് ഫിലിം അവസാനിക്കും. മനുഷ്യന്മാരില്ലേ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ 10% പോലും പറയുന്നില്ല എന്നാണ്. ബാക്കിയൊക്കെ അവരുടെ കണ്ണിൽ നിന്ന് വായിക്കണം. അവരിങ്ങനെ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, അവർ കരയുമ്പോൾ മനസ്സിലാക്കണം, അവർ ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സിലാക്കണം. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാൾ വല്ലാതെ ദേഷ്യം പിടിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. പതിവിലേറെ അയാൾ നമ്മളോട് ചൂടാവുക, ദേഷ്യമാവുക. അയാളോട് ചെന്നിട്ട് എന്താ ഇപ്പം ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം ഇത്ര വലിയ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ടോ? പറയൊന്നുമില്ല, പക്ഷെ കുറച്ചു നേരം നമ്മുടെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും. എല്ലാ ദേഷ്യവും ദേഷ്യമല്ല, ചിലതൊക്കെ സങ്കടത്തിന് പുറത്തു വരാനുള്ളൊരു വഴി മാത്രമാണ്. നിങ്ങൾ മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? ഞാനൊരു സിനിമ കണ്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ കരഞ്ഞു പോയത്. ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ആ സിനിമയുടെ അവസാനത്തിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചതാണ്. ആ കുട്ടി കുറച്ച് കറുത്തൊരു കുട്ടിയാണ്. അപ്പം എനിക്ക് ഞാനാണെന്ന് തോന്നി. അച്ഛനും അമ്മയും മരിച്ച കറുത്ത ഒരു കുട്ടി, അത് ഞാനാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ആ സിനിമ കണ്ട് ആദ്യമായാണ് ഒരു സിനിമ കണ്ട് ഇങ്ങനെ കരഞ്ഞത്. സിനിമ അഭിനയിക്കാന്നൊക്കെ നമുക്കറിയാം, എന്നിട്ട് നമ്മൾ കരഞ്ഞുപോയി, ഭയങ്കര ഇമോഷണലായി.
അതിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ചൊരു നടൻ, ആ കഥാപാത്രം ഉണ്ടല്ലോ, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, എല്ലാവരോടും ദേഷ്യം. അയാളുടെ വീടിനപ്പുറത്ത് ഒരു പുതിയ കുട്ടി ഉണ്ടായതാ, പൊന്നി എന്ന് പറഞ്ഞൊരു കുട്ടി. എല്ലാവരും പൊന്നി എന്ന് വിളിക്കുന്നത്. നല്ല കൗതുകമുള്ളൊരു കുഞ്ഞ്. നമ്മുടെ വീടിനടുത്തൊരു കുട്ടി വന്നാൽ നമുക്ക് സന്തോഷമല്ലേ? പക്ഷെ ഇവന് ദേഷ്യമാണ്. ആ കുട്ടി കരയുമ്പോഴൊക്കെ ഇവന് ടോർച്ചടിച്ചിട്ട് ശല്യപ്പെടുത്തുക, എല്ലാവരോടും ദേഷ്യം. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവുക ദേഷ്യമൊന്നുമല്ല, അവൻ്റെ സങ്കടങ്ങളാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആളുകളെ അവന് നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നം. അവൻ്റെ ജീവനായ പെങ്ങള് അവനെ പറ്റിച്ചുപോയി. ആ പെങ്ങള് പോയതിൻ്റെ ആഘാതത്തിൽ അവൻ അവൻ്റെ അച്ഛനെയും നഷ്ടപ്പെട്ടു. അപ്പോൾ അവനല്ലാതായി മാറി. അവനല്ലാതായി മാറി. അവൻ ദേഷ്യക്കാരനായി മാറി. എന്താ ഒരാളെ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ കാണുന്നൊന്നല്ല മനുഷ്യൻ. നമ്മളൊരു പുസ്തകത്തിൻ്റെ ചെട്ട കണ്ടിട്ട് ആ പുസ്തകം വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. അത് വായിച്ച് തന്നെ നോക്കണം. അപ്പോഴേ ആ പുസ്തകം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇതേപോലെ മനുഷ്യന്മാരും തൻ്റെ മുന്നിൽ വരുന്ന മുഴുവൻ മനുഷ്യനെയും അങ്ങനെ ചേർത്ത് പിടിച്ച ഒരാളുടെ പേരായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, തളിയിലെ ക്ഷേത്രത്തിൻ്റെ ഗോപുര കവാടം ആരോ തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങോട്ട് ശിഹാബ് തങ്ങൾ വന്നിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞ. ഒന്ന് പറഞ്ഞു, ആ ഗോപുരവാതിൽ ഞങ്ങൾ നിർമ്മിക്കും. രണ്ടാമത് പറഞ്ഞു, ആ ഗോപുരവാതിലിന് ഞങ്ങൾ കാവലിരിക്കും. ചെറിയ വാക്കല്ലേ അത്. ഇങ്ങനെ വിഭ്രമിച്ചു നിൽക്കുന്നൊരു സമൂഹത്തിൻ്റെ മേൽ പെയ്ത ഒറ്റമഴയുടെ പേരായിരുന്നു ശിഹാബ് തങ്ങൾ. നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് വേണം, നിങ്ങളുടെ ഇടയിൽ നിന്ന് വേണം. മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, കോർത്തിണക്കുന്ന മനുഷ്യന്മാരെ വേണം, മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന മനുഷ്യന്മാരല്ല. അതുകൊണ്ടാണ് ഈ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ പിന്നെയും ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളം. ഓക്കെ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ആവർത്തിച്ച് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മീനിങ്ങിലെത്തണം. ഈ ലോകത്തേക്ക് നിങ്ങൾ വന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. റൂമി